ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഗുരുവായൂരപ്പന്റെ തേജോമയമായ വിഗ്രഹം എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നൊന്നും നമ്മൾ മനുഷ്യരെ നമുക്ക് അറിയാൻ പറ്റില്ല. ഗുരുവായൂർ ക്ഷേത്രാമ്പലത്തെ മഹാക്ഷേത്രമാക്കുന്നത് ആ ക്ഷേത്രത്തിന്റെ ബിംബമാഹാത്മ്യം, അവിടുത്തെ ഭക്തജനങ്ങൾ വരുന്ന അവരുടെ മാഹാത്മ്യം എല്ലാം കൊണ്ടാണ്. ഐതിഹ്യമനുസരിച്ച് മഹാദേവനും പ്രജേതസ്സുകൾ തപസ്സനുഷ്ഠിച്ചിരുന്ന സ്ഥലമാണ് രുദ്രതീർത്ഥക്കരയില്. അവിടെയാണ് നമ്മുടെ ഗുരുവായൂർ സ്ഥലം. ഇപ്പോൾ ആ സമയത്ത് പണ്ട് ഈ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ വലിയൊരു സരസ്സായിരുന്നിരിക്കണം. ഗുരുവായൂർ, താമരയൂർ, മമ്മിയൂരൊക്കെ വ്യാപിച്ചു കിടന്ന ഒരു വലിയ മഹാസരസ്, നല്ല താമരപ്പൂക്കളൊക്കെ നിറഞ്ഞ ഒരു വലിയ സരസ്സായിരിക്കണം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന അവിടെ സ്ഥലങ്ങളെല്ലാം. അതിപ്പോഴും നമുക്ക് അറിയാൻ പറ്റില്ല. അവിടെ മഴയൊന്നും പോയാൽ മതി, ഭയങ്കര വെള്ളക്കെട്ടാണ്. അപ്പൊ ഒരു മഹാദേവൻ അവിടെ തപസ് ചെയ്തിരുന്ന കാലത്താണ് പ്രജാപതിക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രജേതസ്സുകൾ അവിടെ തപസ്സിനെ അന്വേഷിച്ചു വരുന്നത്. അതിന് സംപ്രീതനായ മഹാദേവൻ പറയും, നിങ്ങൾ ഇവിടെ തന്നെ തപസ് അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞിട്ട് അതിവിശിഷ്ടമായ രുദ്രഗീതം ഭഗവാൻ ഈ പ്രജേതസ്സുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ ശ്ലോകം തുടങ്ങി 79 ശ്ലോകങ്ങളുണ്ട്. 33-ാമത്തെ ശ്ലോകം ഞാൻ പറയാം. ജിതന്ത ആത്മവിധുര്യ സ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവദാരാധ സാരാധം സർവസ്മാത്മനേ നമഃ. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രുദ്രഗീതം കാണാൻ പറ്റും. അതിവിശിഷ്ടമായ വിഷ്ണു സ്തുതിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ രുദ്രഗീതം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും മഹാദേവന്റെ ഗീതമാണ്, അല്ല മഹാവിഷ്ണുവിന്റെ കുറിച്ചുള്ള ഇതാണ് നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ ഈ രുദ്രഗീതം ലഭിച്ച് പ്രജേതസ്സുകൾ അവിടെ എത്ര വർഷം, 10,000 വർഷം രുദ്രഗീതം ലഭിച്ച് അവിടെ തപസ് ചെയ്തു. മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി 8 കൈകളുടെ എന്താണ് വിവിധ പ്രദേശങ്ങൾ 10,000 ശ്രീമനാരായണനെ സന്തോഷിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലമാണ് ഇന്നത്തെ ഗുരുവായൂർ. 8 കൈകളോടെ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ അവർക്ക് വരം നൽകി. അതുകൊണ്ടാണ് നമ്മുടെ ദക്ഷ പ്രജാപതിയോട് പുത്രനായി ലഭിച്ചു എന്നാണ് പറയുന്നത്. അത്യപൂർവമായ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത് അഞ്ജനശിലയിലാണ്, പാതാള അഞ്ജനശില. ഇത് എങ്ങനെയാണ് ഡാഗ്നിസ്മത്ത് എന്ന് പറയുന്ന ഈ ഉൽക്കാശിലകളാണ്. എപ്പോഴോ പണ്ട് ഭൂമി ആകാശത്തുനിന്ന് പതിച്ച് ഇത് ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോയ ഒരു ഇതാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ അത് എങ്ങനെ എവിടെയാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇത് വിരിട്ട പച്ചയാണ്. നമുക്ക് തോന്നുന്നത് ഇത് കറുപ്പാണ്. അങ്ങനെയാണ് നിറം. 24 രൂപങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ 24 രൂപങ്ങൾ, കേശവൻ, നാരായണൻ, മാധവൻ, എല്ലാവർക്കും അറിയാം. 24 രൂപങ്ങൾ അറിയാം. അതിൽ 21-ാമത്തെ രൂപം ജനാർദ്ദന രൂപമാണ് ഭഗവാൻ പറയപ്പെടുന്നു. വൈകുണ്ഠത്തിൽ ആരാധിച്ചിരുന്നു പറഞ്ഞു. പിന്നെ അത് പത്മകൽപ്പത്തിൽ ബ്രഹ്മദേവന് കൊടുത്തു. ബ്രഹ്മദേവന് ഇത് വെച്ച് ആരാധിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ സൃഷ്ടി തനിച്ചത് നടന്നു പോകാൻ പറ്റിയതെന്ന് പറയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് വരാഹകൽപ്പത്തിലെ നമ്മുടെ പ്രശ്നയും കൂടെ കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് ബ്രഹ്മദേവനെ തപസ് ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് ഇവരോട് പറയാണ്, എന്റെ അതിവിശിഷ്ടമായ വിഷ്ണുവിന്റെ വിഗ്രഹമുണ്ട്, നിങ്ങൾ അത് പൂജിച്ച് 10 പൂജിക്കണം, അപ്പൊ നിങ്ങൾക്കിത് ഉണ്ടാകുന്നു. ഭഗവാൻ പ്രത്യക്ഷപ്പെടും. അങ്ങനെ ഇവർ വന്ന് ഭക്തിയോടുകൂടി ആരാധിച്ചു. താമസിയാതെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പം എന്ത് ചെയ്തു? അവർ 3 പ്രാവശ്യം ആവർത്തിച്ചു ഭഗവാനൊക്കെ ഒരു സത്പുത്രനെ ഉണ്ടാകും. അവർ പരിശ്രമമായി പൂജിച്ചത് പെട്ടെന്നാണ് ഭഗവാനാണ്. അപ്പൊ അവർ പരിശ്രമത്തോടുകൂടി 3 പ്രാവശ്യം ആവശ്യപ്പെട്ടു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ തന്നെ 3 പ്രാവശ്യവും നിങ്ങളുടെ മകനായി അവതരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ താമസിയാതെ മകനായി ജനിച്ചു. അതിൽ കൃഷ്ണീകർപ്പനായിരുന്നു. കൃഷ്ണീകർപ്പനാണ് നമ്മുടെ ധ്രുവനെ അനുകരിച്ച സ്വാമി. ധ്രുവൻ എന്ന് പറഞ്ഞ നിശ്ചയദാർഢ്യമുള്ളവരെന്നാണ് അർത്ഥം. അദ്ദേഹത്തിന്റെ അച്ഛന്റെ മടിയിലിരിക്കുമ്പോൾ ഇളയമ്മ ഇറക്കിവിട്ട ദുഃഖത്തിൽ പോകുമ്പോഴാണ് അമ്മ പറയും ദൈവത്തിന് ഭഗവാനെ വഹിക്കൂ എന്ന് പറഞ്ഞ് വിടുമ്പോഴാണ് സമയമില്ലാത്തവരുടെ സ്പീഡിൽ പറയുമ്പോഴാണ് വഴിയിൽ വെച്ച് നാരദനെ കാണുന്നതും മധുവരത്തിൽ പോയി തപസ്സനുഷ്ഠിക്കാനും പറയുന്നത്. അപ്പോൾ 6 മാസം കൊണ്ടാണ് 5 വയസ്സായ കുട്ടി ഭഗവാനെ. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മന്ത്രം, മൂലമന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്. കുട്ടി ഇത് ജപിച്ച് 5 വയസ്സായ കുട്ടിയാണ് 6 മാസം കൊണ്ട്. അപ്പൊ അത്രയും തീവ്രമായിരുന്നു അവര്
ആ ഭഗവാൻ ജനിച്ചു. അത് ഞാൻ ശ്ലോകം എഴുതിയിട്ടുണ്ടായിരുന്നു. തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം സംഗതിദാരുദായുധം ശ്രീവത്സലക്ഷ്മങ്കലശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഗവൈഢൂര്യകിരീടകുണ്ടലദ്വിഷാ പരിഷുദ്ധസഹസ്രകുണ്ടലം ഉദ്ദാമകാഞ്ചിങ്കരകങ്കണാദിഭിः വിരോചമാനം വസുദേവൈക്ഷത. ആദ്യമായി വ്യാസഭഗവാൻ മഹാഭാഗവത്തിൽ എഴുതിയിരിക്കുന്നത് വസുദേവർ കണ്ട ആ രൂപത്തെയാണ്. പെട്ടെന്ന് അദ്ദേഹം ഭഗവാനെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല, ഈ വിഗ്രഹം വെച്ച് പൂജിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ കാണുമ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടും. ബാലനാരായണ രൂപത്തിലാണ് വരുന്നത്. താമര കണ്ണോ അപ്പഴം ധരിച്ചിട്ടുണ്ട്, പിന്നെ ശ്രീവത്സം ധരിച്ചിട്ടുണ്ട്, അങ്ങനെ കിങ്ങിണിയൊക്കെ ധരിച്ച് ഒരു ബാലനാരായണ രൂപം. ആ ബാലനാരായണ രൂപമാണ് പിന്നെ ഗുരുവായിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ വസുദേവരെ മധുരയിലെ കുഴിച്ചപ്പോൾ ഈ വിഗ്രഹത്തെ ആദികേശവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭഗവാൻ. അതിൽ കൃഷ്ണൻ സമുദ്രമധ്യത്തിൽ അക്കാലത്ത് കേശവൻ ആദികേശവൻ എന്നറിയപ്പെടുന്ന ഈ വിഗ്രഹത്തെ അവർ കുഴിച്ചു വെച്ചിരുന്നു. പിന്നെ സമുദ്രമധ്യത്തിൽ ജരാസന്ധനെ പേടിച്ച് ഭഗവാൻ എന്ത് ചെയ്തു? പേടിച്ചുകൊണ്ടല്ല കേട്ടോ, ജരാസന്ധൻ ഒഴിച്ച് ദ്വാരാപതി എന്നുള്ളൊരു നഗരം ഭഗവാൻ ഉണ്ടാക്കി. അപ്പൊ എന്ത് ഈ ആദികേശവനെ കൂടെ കൊണ്ടുപോയി അവിടെ പഠിപ്പിച്ചു. ഈ ജരാസന്ധന്റെ കാര്യം അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. ജരാസന്ധന പാവം 17-18 പ്രാവശ്യം യുദ്ധത്തിൽ വെറുതെ വിട്ടു. എന്ന് വെച്ചാൽ പുണ്യം ചെയ്താനല്ല, ഭഗവാന്റെ കയ്യിൽ നിന്ന് മോക്ഷം ലഭിക്കേണ്ടവനല്ല. അതുകൊണ്ട് കൊല്ലാൻ പറ്റില്ല. പക്ഷെ ഭീമനാണ് കൊല്ലേണ്ടത്. ആ കഥ എല്ലാവരും പറയായിരിക്കും. ജരാസന്ധൻ ജനിച്ചപ്പോൾ തന്നെ രണ്ടായിട്ടാണ് ജനിച്ചത്. ജല എന്ന് പറഞ്ഞ ഒരു രാക്ഷസിയാണ് അവരെ ഒരുമിപ്പിച്ചത്. അപ്പൊ മരിക്കണമെങ്കിൽ രണ്ടായിട്ട് വേർതിരിച്ചേ പറ്റുള്ളൂ. അത് ഭഗവാൻ ചെയ്യില്ല. ഒരു മല്ലയുദ്ധത്തില് ഭീമനാണ് കൊല്ലപ്പെടുന്നത്. പിന്നെ ജരാസന്ധൻ എന്തുകൊണ്ടാണ് കൃഷ്ണനെ ദേഷ്യം എന്താണെന്ന് അറിയാമല്ലോ. ജരാസന്ധന്റെ മക്കളെ രണ്ടുപേരും ആസ്തിയും പ്രാപ്തിയെയും കല്യാണം കഴിച്ചിരിക്കുന്നത് കംസനാണ്. അപ്പൊ കംസനെ കൊല്ലുമ്പോൾ എന്ത് ചെയ്യും? കംസനെ കൊല്ലുന്നതുകൊണ്ടാണ് അത് ഉപയോഗം. ഇനി ഒരു കാര്യം വിട്ടുപോയി. കൃഷ്ണൻ ജനിച്ച വർഷം എല്ലാവർക്കും അറിയാവോ? കൃഷ്ണൻ ജനിച്ചത് 3229 BC ജൂലൈ 17 അർദ്ധരാത്രി ശ്രാവണ മാസത്തിലെ അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിൽ ഭഗവാൻ ജനിച്ചു. കംസനെ കൊല്ലുന്നത് എത്ര വയസ്സിലാണ്? 11 വയസ്സിൽ. 11 വയസ്സിലാണ് കംസനെ കൊല്ലുന്നത്. 3218 BC-യിലാണ് കംസനെ കൊല്ലുന്നത്. ഒരു ശിവരാത്രി ദിനത്തിലായിരുന്നു കംസനെ വധിക്കുന്നത് 11ാമത്തെ വയസ്സിൽ. അപ്പോൾ ഈ ജരാസന്ധന്റെ കഥ എല്ലാവർക്കും അറിയാം. പിന്നെ അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? 17 യുദ്ധം ചെയ്തു, അങ്ങനെ വിട്ടു. അതിലെ വ്യക്തികളെ സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൃഷ്ണ സമുദ്രമധ്യത്തിലെ ദ്വാരകയിൽ മനോഹര ക്ഷേത്രം നിർമ്മിച്ച് ഭഗവാൻ തന്നെ അത് പ്രതിഷ്ഠിച്ചു. കൃഷ്ണൻ തന്റെ വൈകുണ്ഠ ആരോഹണ സമയത്ത് ബന്ധുവും സത്യനാരായണ മിക്കവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അധികം താമസിയാതെ വെള്ളത്തിനടിയിലാവും ഈ ഒരു വിഗ്രഹം, ഞാൻ വിളിക്കുന്ന വിഗ്രഹം സമുദ്രത്തിന്റെ വെള്ളത്തിൽ മുങ്ങി കിടക്കും. അപ്പൊ അതിന് ഗുരുവായിട്ട് ബൃഹസ്പതിയും കൂടെ ചേർത്ത് ഇത് ഉചിതമായ സ്ഥലത്ത് തെക്കോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഈ താമസിയാതെ ദ്വാരക വെള്ളത്തിലായി. അങ്ങനെ കാരണം അറിയാലോ, സാമ്പന്റെ കാര്യം അറിയാലോ. സാമ്പൻ എങ്ങനെയാണ് ഉണ്ടായത്? സാമ്പനെ ഭഗവാനെ മഹാദേവനെ രുദ്രഗീതം രചിച്ച് 1 വർഷക്കാലം പ്രാർത്ഥിച്ച് മക്കളില്ലായിരുന്നു ജാമ്പകുട്ടിക്കും കൃഷ്ണനും കൂടെ ഉണ്ടായ കുട്ടിയാണ്. പിന്നെ ഇത്രയും പ്രാർത്ഥനയോടെ ജനിച്ചത് ഒരു കുലം നശിക്കാനുള്ള ഒരു പുത്രനെയാണ് ഭഗവാൻ ചോദിച്ചത്. അതായിരുന്നു എല്ലാ കയ്യിലുണ്ട്. എല്ലാവരും അറിയരുത്. സപ്തർഷികളോ മഹർഷിമാരോടെ വന്നപ്പോൾ താൻ പ്രസവിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സ്ത്രീയുടെ വേഷം കിട്ടി നിൽക്കുകയും അപ്പൊ പ്രസവിക്കും അതൊരു ഇരുമ്പൊലൊക്കെയാണെന്ന് പറയും, കളിയാക്കി പറയും. ആ ഇരുമ്പൊലൊക്കെ രാവിലെ വെള്ളത്തിലിടുകയും ചെയ്യുന്നു. അപ്പൊ എരിക പുലികളായി പെരുന്നിട്ട് തമ്മിലടിച്ച് ഈ എരിക പുലികൾ കൊണ്ട് തല്ലി കുടിച്ച് അവർ മരിക്കുന്നുണ്ട്. ശേഷിച്ചവർ ഭഗവാൻ തന്നെ കൊല്ലുന്നുണ്ട്. അധർമ്മം ചെയ്താൽ സ്വന്തം പുരോഗതി പോലും ഭഗവാൻ നോക്കില്ല എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മള് പിന്നെ ഈ ഇതിന്റെ മഹാദേവനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇനിയും ഒരു ദിവസത്തേക്ക് പൂജിച്ചിട്ടുണ്ട്. എല്ലാവരെയും കണ്ടു. ജയദ്രഥനെ കൊല്ലാൻ അർജുനൻ പറയും, അഭിമന്യുവിനെ കൊല്ലുന്നു അറിയുമ്പോൾ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ജയദ്രഥനെ ഞാൻ കൊന്നിരിക്കും എന്ന് പറയുമ്പോൾ അർജുനൻ വെറുതെ അദ്ദേഹത്തിന് തന്നെ ശബ്ദമൊക്കെ എടുക്കാം. പക്ഷെ ഭഗവാനാണ് അതിന്റെ പണി മൊത്തം. ഭഗവാൻ രാത്രി ഉറങ്ങാതെ രുദ്രഗീതം ലഭിച്ച് മഹാദേവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം
എല്ലാവരും പറഞ്ഞു പോയി. അപ്പം എന്നിട്ട് ഇവർ അതുവരെ കണ്ടുകൂടിയിരുന്നവരെ സ്വന്തം മക്കളെ നന്നായിട്ട് വളർത്താൻ കഴിയില്ലാത്തവർ പെട്ടെന്ന് ഭഗവാനോട് പറയാണ്, നീ വിചാരിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു, ഇല്ല നീയാണ് ഈ കാരണം, അതുകൊണ്ട് നിന്റെ കുലം ഉന്മൂലനാശം വരും, അവിടെ അപ്പം നീ കണ്ണീരൊഴുക്കും. ഭഗവാൻ ചിരിച്ചതേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. അവർ ആ പാതിവൃത്തത്തിന്റെ ശക്തി വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കാമായിരുന്നു എന്ന് വിചാരിച്ചാണ് ഭഗവാൻ അപ്പം ചിരിച്ചത്. പിന്നെ ബലരാമന്റെ വൈകുണ്ഠ ആരോപണം ദർശിച്ച് ഏകനായി ഭഗവാൻ ഒരു വൃക്ഷ ചുവട്ടിലെ തന്റെ അവതാര പൂർത്തീകരണത്തിനായി കാത്തിരുന്നു. വൈകാതെ രാമാവതാര കാലത്ത് ബാലിയെ വധിച്ച പൂർവ്വജന്മം ജല എന്ന വേടന്റെ കൂരമ്പിനായി ഭഗവാന്റെ തൃക്കാലിൽ തുളച്ചു കയറി. അങ്ങനെ ഒരു യുഗം അവസാനിച്ചു. 3102 BC ജനുവരിയിലാണ് ജലന്റെ അസ്ത്രം ഭഗവാന്റെ തൃക്കാലിൽ പതിക്കുന്നത്. അദ്ദേഹം ഈ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ചത്. താമസിയാതെ ദ്വാരാവതി സമുദ്രതീരത്തിന്റെ അടിയിലായി ആണ്ടുപോയി പ്രളയജലത്തിന് മുകളിൽ തിരമാലകൾ പോലെ തൊട്ടിലാക്കിക്കൊണ്ട് ഭഗവാന്റെ വിഗ്രഹം കണ്ടു. ഈ വിഗ്രഹം എല്ലാവരും ചിന്തിച്ചില്ലേ, ഈ വിഗ്രഹം എന്തുകൊണ്ട് താഴെ പോയിരുന്നില്ല എന്ന്. അതിൽ ജീവൻ ഉള്ളത് കൊണ്ടാണ്. ഇത് വെള്ളത്തിൽ തന്നെ മീതെ തന്നെ അതിന് ജീവന്റെ അംശമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ യോഗനിദ്രയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഈ വെള്ളത്തിന്റെ പുറത്ത് തന്നെ കിടന്ന് തൊട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉത്തമൻ എന്ത് ചെയ്തു? ഇത് പറഞ്ഞ് ബൃഹസ്പതിയെ സ്മരിച്ചു. അപ്പോൾ ബൃഹസ്പതി വന്നു. ബൃഹസ്പതി വന്നിട്ട് പറഞ്ഞു, ഇതിനെ എടുക്കണമെങ്കിൽ വായുദേവനെയും അത്രയും വീട്ടിലുള്ള വിഗ്രഹം എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വായുദേവനെയും കൂടെ വന്നു. വരുണദേവനെ വെള്ളം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഈ വിഗ്രഹം അവരെടുത്തു. ഉത്തവരെ ഭഗവാൻ പറഞ്ഞു ഋതുവിയിൽ പോയി തപസ്സനുഷ്ഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഋതുവിലേക്ക് യാത്രയായി. തെക്കോട്ടേക്ക് യാത്രയായി. അപ്പോൾ തെക്കോട്ടേക്ക് വന്നപ്പോഴാണ് രുദ്രതീർത്ഥകരയിലെ ഭഗവാൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മഹാദേവൻ പറഞ്ഞു, ഇവിടെയാണ് പ്രതിഷ്ഠിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ അവിടെ ഗുരുവായൂർപുരം മഹാത്മ്യം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ ഈ വിഗ്രഹത്തിന്റെ മഹത്വത്തെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. തന്റെ പിതാവായ പരീക്ഷത്തിനെ കർഷകൻ ദംശിച്ചു കൊന്നതിന് പ്രതികാരമായി സർപ്പസത്രം കഴിപ്പിച്ച് അനേകം സർപ്പങ്ങളെ യാഗാഗ്നിയിൽ ചുട്ടരിച്ച ജനമേജയന് കുഷ്ഠരോഗം പിടിപെട്ടു. രോഗപീഡിതനായ അദ്ദേഹം മഹർഷിയുടെ നിർദ്ദേശം അനുസരിച്ച് ഗുരുവായൂരിൽ വന്ന് ഗുരുവായൂരപ്പനെ വധിച്ച് ആരോഗ്യം വീണ്ടെടുത്തു. ആത്രേയ മഹർഷി ജനമേജയന് വിശദീകരിച്ചു കൊടുക്കുന്നതാണ് ഗുരുവായൂർപുരം മഹാത്മ്യം എന്ന് പറയുന്നത്. അതിൽ വേറൊരു കഥയുള്ളത്, നമ്മുടെ ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ആരും തപ്പിക്കുക, അങ്ങനെ ഭയങ്കര കാട് പിടിച്ച സ്ഥലമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു പാണ്ഡ്യ ദേശത്തിൽ പാണ്ഡ്യ രാജാവ് ഉണ്ടായിരുന്നു. ആ പാണ്ഡ്യ രാജാവിന്റെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പാണ്ഡ്യ രാജാവിന്റെ ജ്യോത്സ്യം പറയാനും, രാജാവെ നിങ്ങൾ അധികം താമസിയാതെ ഒരു പാമ്പ് പിടിക്കും, അങ്ങ് മരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ വിരക്തി വന്ന് ഈ രാജാവ് എന്ത് ചെയ്യും, പുറത്ത് കാട്ടിലോട്ട് പോകും. കാട്ടിൽ പോയി വന്നെത്തിയത് എവിടെയാണ്? നമ്മുടെ ഗുരുവായൂരാണ്. ഗുരുവായൂർ ചെന്നപ്പോൾ അദ്ദേഹം ഭജന നടത്തി. ഒന്നും അറിഞ്ഞുകൊണ്ടല്ല, അവിടെ ഭഗവാനെ കണ്ടു. കാട് മുന്നിൽ കിടക്കുന്ന സ്ഥലം, അവിടെ ഇരുന്ന് ഭഗവാനെ ഭജിച്ചു. കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഞാൻ മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ട് ഞാൻ മരിച്ചിട്ടില്ല. നേരെ ദേഷ്യം, മരിക്കാത്തതുകൊണ്ട് ദേഷ്യം ഒന്ന് കൊട്ടാരത്തിലെത്തി. ജ്യോത്സ്യനെ വിളിച്ചു പറഞ്ഞു, എന്തിനാണ് അങ്ങനെ പ്രവചനം നടത്തിയത്? അപ്പൊ അവര് ബുദ്ധിമാനായ ജ്യോത്സ്യൻ എന്ത് ചെയ്തു? ഭഗവാൻ രാജാവിന്റെ കാൽക്കലെല്ലാം പരിശോധിച്ചപ്പോൾ എന്ത് ചെയ്ത്? 2 മറുകൊണ്ട് സർപ്പം കഴിച്ചതിന്റെ. അപ്പൊ പറയും അങ്ങ് എവിടെ ഇരുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്ഥലം പറയും. അത് ആ ഭഗവാന്റെ മാഹാത്മ്യവും ഭഗവാന്റെ അനുഗ്രഹവും കൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടതെന്ന് പറയും. അങ്ങനെ അദ്ദേഹം തന്റെ ജീവൻ രക്ഷിച്ചതിന്റെ നന്ദി സൂചകമായി ഗുരുവായൂരപ്പനെ കമനീയമായ ഒരു ക്ഷേത്രം പടിയേൽപ്പിച്ചു വന്നു. അവിടുത്തെ നിത്യതരത്തിനുള്ള പണം നീക്കി വയ്ക്കുകയും ചെയ്തു എന്നാണ് വേറൊരു കഥ. പിന്നെ ഇതാണ് വിഗ്രഹത്തിന്റെ കഥ. നമുക്ക് അവിടെ കുറച്ച് വേറെ ചരിത്രങ്ങൾ കുറച്ചുകൂടെ നോക്കാം. തൃശ്ശൂരിലെ ചാവക്കാടാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് തിരുവനന്തപുരത്തിനെക്കാളും സ്ഥലങ്ങളെല്ലാം ഗുരുവായൂരെ അറിയാം. എന്റെ അനിയത്തി എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ, ചേട്ടാ ചേച്ചിക്ക് തിരുവനന്തപുരത്തിനെക്കാളും ഗുരുവായൂരാണ്, ഗുരുവായൂർ എവിടെയെങ്കിലും ചോദിക്കാം, അപ്പൊ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഓർത്തോന്നേ ഉള്ളൂ. ബ്രിട്ടീഷുകാരുടെ ഭരണ സമയത്ത് മുമ്പേ വരെ ഗുരുവായൂരിന്റെ ഭയങ്കര കഷ്ടതകൾ ഇപ്പം നമ്മൾ കാണുന്ന ഗുരുവായൂരല്ല പണ്ടുണ്ടായിരുന്നത്. പല പല ആക്രമണങ്ങൾ നേരിട്ടതാണ് ഭഗവാൻ. കഷ്ടതകൾ നിറഞ്ഞ ഇതായിരുന്നു ഭഗവാൻ. അതിനുശേഷം വിഗ്രഹം കളിക്കുക. പണ്ട് രാജാക്കന്മാരെല്ലാം സാമന്തമാരും അങ്ങനെയല്ലേ നമ്മുടെ വിദേശികൾ നമ്മുടെ രാജ്യത്തെ കടന്നു കയറിയത്. അപ്പോ കൊച്ചി രാജാവ് അങ്ങനെ സാമൂഹികമായിട്ടൊക്കെ അടിയായിരുന്നപ്പോ കൊച്ചി രാജാവ് അതിനെതിരായിട്ട് ഈ ഡച്ചുകാരായ ജാവക്കാരായ പട്ടാളക്കാരായ 30,000 പട്ടാളക്കാർ നോക്കണം നമ്മളെ രാജ്യം നമ്മളെ സ്ഥലത്ത് യാത്ര കൊള്ളയടിക്കാൻ രാജാവ് പുറത്തു നിന്നു. രാജാവ് കാര്യത്തിൽ പങ്കില്ല, രാജാവ് പുറത്തു നിന്നു.
രാജാവ് ആ ജാവാക്കാരെ 30,000 പട്ടാളക്കാരെ അകത്ത് കയറ്റി അകത്തിരിക്കുന്ന സ്വർണ്ണമെല്ലാം അടിച്ചുകൊണ്ട് വയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവരെല്ലാം കൂടെ ഒന്ന് അറിയിക്കണമായിരുന്നു. അന്ന് ഇപ്പോഴത്തെ വലിയ ക്ഷേത്രമല്ല, അച്ഛൻ ക്ഷേത്രമാണ്. അകത്ത് കയറി അവര് ഇരുന്ന സ്വർണ്ണ കൊടിമരത്തിലിരുന്ന സ്വർണ്ണമെല്ലാം അടിച്ചുകൊണ്ട് പോയി അകത്ത് തിടമ്പ് ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് വെച്ച് തിടമ്പാണ്. ആ തിടമ്പ് മോഷ്ടിച്ചുകൊണ്ട് പോയി ഇനി ഭഗവാന്റെ സ്വർണ്ണമയുള്ള എല്ലാ സാധനങ്ങളും അവര് മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് പോകുന്ന വഴിയിൽ എന്ത് ചെയ്തു? കൊണ്ടുപോയിട്ട് പോരാ, തീ വെക്കുകയും ചെയ്തു. പടിഞ്ഞാറ് നട തീ വെച്ച് നശിപ്പിച്ചു പോയി. അപ്പൊ കുറെ നാൾ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാനില്ല. അങ്ങ് ഒരു ജീർണാവസ്ഥയിലായിരുന്നു. സാമൂഹ്യം പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വന്ന് ചെയ്യുന്ന നിത്യനിദാനങ്ങൾക്കുള്ള പൈസ സാമൂഹ്യം കൊടുത്തുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. 1787 ടിപ്പു സുൽത്താൻ നമ്മളെ ഗുരുവായൂർ ആക്രമിക്കാൻ വന്നു. നമ്മൾ ഇന്നാള് അമ്പലപ്പുഴ പോയിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടായിരിക്കും. അവിടെ നമ്മൾ ഇരുന്ന സ്ഥലം ഗുരുവായൂർ ഉച്ചയ്ക്ക് വരുന്ന സ്ഥലമാണ്. ടിപ്പു സുൽത്താന്റെ ആക്രമണം കഴിഞ്ഞിട്ട് ഭഗവാന്റെ തിടം കൊണ്ടുവച്ച സ്ഥലമാണ് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോ ആ സമയത്ത് ടിപ്പു സുൽത്താൻ ആക്രമിക്കാൻ വരുന്ന സമയം പറഞ്ഞപ്പോ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് അവർക്ക് ഭഗവാനോട് എല്ലാവർക്കും അങ്ങനെ ഭഗവാൻ ഭയങ്കര ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരും അത് മനസ്സിലാക്കില്ല. ചില കുടുംബക്കാരെ മാത്രമേ മനസ്സിലാക്കുള്ളൂ. മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് എന്തെങ്കിലും ഈ ടിപ്പു സുൽത്താൻ വരുന്നു എന്ന് അറിയപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാം പുറപ്പെട്ടു കഴിഞ്ഞു. മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് ഈ കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ ഭഗവാനെ ഒരു തിടമ്പിൽ അവിടെ ഇരുന്ന കൊച്ചു തിടമ്പിൽ ഇതിന്റെ ഭഗവാന്റെ ഈ ചൈതന്യമെല്ലാം എടുത്തിട്ട് ഈ വിഗ്രഹം എടുത്ത് രാത്രി കാലത്ത് ആരും അറിയാതെ അമ്പലപ്പുഴയിലേക്ക് പോയി. അമ്പലപ്പുഴയിൽ പോയിട്ട് ഈ തിടമ്പ് അവിടെ തന്നെ വെച്ചിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിനെടുത്ത് ഇത്രയും വെയിറ്റുള്ള വിഗ്രഹമാണ്. അപ്പൊ ആ ഒരു മനുഷ്യനെ എടുക്കാൻ പറ്റിയെന്നുള്ളത് അപ്പൊ തന്നെ വിശേഷമാണ് പറയുന്നത്. അപ്പൊ എടുത്തുകൊണ്ടുപോയി ആ കുളത്തിനകത്തിട്ടു. എന്നിട്ട് അദ്ദേഹം 3 ദിവസം ഭജന ഇരുന്നു. അവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഭഗവാന്റെ വിഗ്രഹം? അമൂല്യമാണ് ഭഗവാന്റെ വിഗ്രഹത്തിൽ ഈ കല്ലിൽ. അപ്പൊ അങ്ങനെ അവർ മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്ന് വെച്ച് ഭജന നടത്തി ഇദ്ദേഹം അവിടെ തന്നെ കഴിയും. അപ്പം തോന്നി ആരും കണ്ടിട്ടില്ല എന്ന് കരുതി അദ്ദേഹം നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന് ഭജന ഇരുന്നു. അദ്ദേഹം അവിടെ മരിക്കുകയും ചെയ്തു. അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ല. അപ്പൊ അങ്ങനെ ആലോചിച്ച് എന്തുകൊണ്ട് എവിടെ പോയി എവിടെയാണ് എന്നുള്ളത് ആർക്കും അറിയാതില്ല. കുറെ കഴിഞ്ഞ് മമ്മിയുടെ ഒരു വലിയ പ്രകടനായ ഒരു ജ്യോത്സ്യം വന്നു. ഞാൻ ചുരുക്കത്തിൽ പറയുന്നുണ്ട്, ഒരുപാട് കഥയുണ്ട്, സാധാരണ കഥയുണ്ട്. മമ്മിയുടെ ഇന്ന് ജ്യോത്സ്യം പറയുന്നത് പാൽപ്പായസം അത്യുന്നതമായ ഒരു ക്ഷേത്രത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഈ വിഗ്രഹത്തെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ്. അമ്പലപ്പുഴയിൽ വന്ന് ഭഗവാനെ അവർ നോക്കുന്നതിൽ കുറെ കാര്യങ്ങൾ വിഗ്രഹം പൊട്ടിയെടുക്കുന്നതിനുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഭഗവാന്റെ സാന്നിധ്യത്തിലുള്ള ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ നമുക്ക് സമയമില്ല. അങ്ങനെ അവിടുന്ന് എടുത്തിട്ടാണ് അവരെ വിഗ്രഹം അവിടെ കൊണ്ടുവന്ന് വെച്ചത്. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ഭക്തനായ പിന്നീട് 1915 കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണം ഏറ്റെടുത്തത്. അതോടെ ഭഗവാന്റെ എല്ലാ കഷ്ടതകളും നീങ്ങി. ബ്രിട്ടീഷുകാർ വന്ന് ഭരിച്ചെങ്കിലും അദ്ദേഹം അവരെ മറന്നു കയറിയില്ല. അവരെ ഈ നമ്മൾ ക്രെയിൻ വെച്ച് ഇപ്പോഴത്തെ ക്ഷേത്രമല്ല, ചെറിയ ക്ഷേത്രം, അവർ ഈ ക്രെയിൻ വെച്ച് ചുറ്റും ഇങ്ങനെ ഇത് വെച്ച് നോക്കി അകത്തെ ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കും. പ്രശസ്തനായ ശ്രീ മേലെക്കുളത്ത് തോന്നി മേനോനെ അവരെ ഒരു കാര്യസ്ഥനായിട്ട് നിയമിച്ചു. ആ കാര്യം അവർക്കറിയാം, ഭക്തനായ ഒരാൾ വന്നാലേ ക്ഷേത്രം പുരോഗതിയിൽ ഉണ്ടാകുമെന്ന് അവർക്കും അറിയാം. അവര് അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഈ തോന്നി മേനോ ഒരു തൃപ്പൂണിത്തുറയിൽ പോവുകയും പൂർണ്ണത്രയ ശ്രീ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു ദീപസ്തംഭം കാണുന്നു. അപ്പൊ അതിൽ തന്നെ ഒരു ഗുരുവായൂരപ്പന്റെ നടയിൽ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ സാമ്പത്തികമൊന്നും ക്ഷേത്രത്തിലില്ലായിരുന്നു. ഒരുപാട് കാലം പിടിച്ച് അവസാനം ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായർ അതിനുള്ള പണം നൽകി 1909 ജൂലൈ മാസം പൂർത്തിയാക്കി. 24 അടി 327 തിരിയിട്ട് കത്തിക്കുക. പക്ഷെ 1909 ഓഗസ്റ്റ് 16 ആദ്യമായി ഈ വിളക്ക് തെളിയിച്ചത്. ഉള്ളൂര്, വള്ളത്തോട്, കേരള ആത്മഹത്യ എല്ലാവരും ഈ വിളക്കിനെ കുറിച്ച് ഓരോ ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളൂർ നാരായണമേനോൻ കൂടെ ഒരു ശ്ലോകം എഴുതി 327 ശ്ലോകങ്ങളാക്കി ഗുരുവായൂർ ദീപസ്തംഭം എന്നൊരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാളെ ദേവസ്വം ബോർഡിന്റെ അവിടെ പോയപ്പോഴും കണ്ടായിരുന്നു, വാങ്ങിയില്ല. അവിടെ ഇരിക്കുന്നുണ്ട് ബുക്ക്. വേണമെന്നുള്ളത് നോക്കി ആ ശ്ലോകങ്ങളൊക്കെ വായിക്കാം. പിന്നെ നമ്മുടെ ഫ്രണ്ടിലോട്ട് നമുക്ക് ഗുരുവായൂരിലാണ് കയറുന്ന വേണ്ട. ഫ്രണ്ടില് കിഴക്കേ ഗോപുരം നമ്മളെല്ലാം അറിയാം, വലിയ വിമാനമായ ഗോപുരം. അതില് ദാരുശില്പങ്ങളുണ്ട്, ഭഗവാന്റെ 10 അവതാരങ്ങളിലെ ദാരുശില്പമുണ്ട്. അത് കഴിഞ്ഞ് വെള്ളിയിൽ പോയിരുന്ന 6 കുടുംബങ്ങളുണ്ട്. ചുറ്റും ക്ഷേത്രത്തില് ചുമർചിത്രങ്ങളുണ്ട്. നമുക്ക് ഗുരുവായൂരാണ് നിൽക്കുന്നത്, ആരോ പറഞ്ഞത് അത് ചുമർചിത്രങ്ങൾ എല്ലാം ഉണ്ട്.
1970 ഒരു തീപിടുത്തം ഉണ്ടായി ഗുരുവായൂർ. ആ തീപിടുത്തം ഉണ്ടായപ്പോഴത്തേക്ക് അതിനുശേഷം വരച്ച ചുമർചിത്രങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണുന്ന താമര കണ്ണൻ ഉൾപ്പെടെയുള്ള ചുമർചിത്രങ്ങൾ വരച്ചു ചേർത്താണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ അകത്തോട്ട് കയറാണ്. ആലപ്പുഴത്തിനകത്ത് കയറുമ്പോൾ ആദ്യം സ്വർണ്ണ കൊടിമരമുണ്ട് ഭഗവാന്റെ. അത് കഴിഞ്ഞ് തെക്ക് കിഴക്ക് ഭാഗത്ത് ദിവ്യമായ കൂത്തമ്പലമുണ്ട്. കൂത്തമ്പലം എല്ലാവരും കണ്ടിരിക്കുമല്ലോ പോയപ്പോൾ. അപ്പൊ അവിടെയാണ് രുദ്രഗീതം ചൊല്ലി പ്രജേതസ്സുകൾ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലം. വില്ലുമംഗലം സ്വാമി സാന്നിധ്യത്തിലെ മാനദേവ ദിവൻസിനെ ഭഗവാൻ ദർശനം കൊടുത്ത സ്ഥലം. അവിടെയാണ് ഭഗവാന്റെ ഒരു എഴഞ്ഞു വരെ നടത്തുന്ന സ്ഥലം. പിന്നെ ഭഗവാന്റെ ഭക്തന്മാരെല്ലാം പിന്നെ നാമജപം നടത്തിയ സ്ഥലം. പിന്നെ അവിടെ അതിവിശേഷപ്പെട്ട ഒരു സ്ഥലമാണ്. 1970 തീപിടുത്തം ഉണ്ടായപ്പോൾ ഭഗവാനെ പെട്ടെന്ന് മാറ്റി നിർത്തിയ സ്ഥലം. അങ്ങനെ പല പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് അവിടെ. അവിടെ നമ്മൾ പോകുമ്പോൾ ഒരു ശ്ലോകം കൂടി അവിടെ പറഞ്ഞാൽ ഉത്തമമാണ്. അവിടെ നിങ്ങൾ പറയുന്നത് അവിടെയാണ് ദ്വാദശി, ഏകാദശി കഴിയുമ്പോൾ ദ്വാദശി പണം ചെയ്യുന്ന സ്ഥലം അവിടെയാണ്. പിന്നെ നമ്മളത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകും. തെക്ക് ഭാഗത്ത് പടിഞ്ഞാറൻ ദർശനം. ശാസ്താവിനെ കണ്ടല്ലേ, ശാസ്താവിനെ എത്തി. ശാസ്താവിന്റെ തൊഴിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് പ്രദക്ഷിണ വഴിയിലെ കരിങ്കൽ പാടിയിൽ ചതുരാകൃതിയിൽ താഴെയുണ്ട്, മുകളിലും ഉണ്ടാവും. അതിന് പറയുന്നത് ശങ്കരാചാര്യ സ്വാമി ഭഗവാൻ പുറത്തിറങ്ങിയപ്പോ ആകാശത്തോടെ സഞ്ചരിച്ചു വന്നു. അപ്പോൾ അദ്ദേഹം ഭഗവാനെ കണ്ടിട്ട് താഴെ ഇറങ്ങുന്ന ആകാരത്തിലൂടെ താഴെ പതിച്ചു വന്നു. അദ്ദേഹം അതിന്റെ ശയനപ്രതിഷ്ഠ നടത്തിയിരുന്നത്. എന്നിട്ട് അദ്ദേഹം എന്നാണ് ഈ ഇപ്പോഴത്തെ നടത്തുന്ന പൂജകളെല്ലാം അദ്ദേഹമാണ് ചിട്ടപ്പെടുത്തിയതൊക്കെ പറയപ്പെടുന്നു. എന്തായാലും അത് ശരിയാണെന്ന് അറിയില്ല. ഭഗവാൻ അദ്വൈതമാണ്. ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ് ശങ്കരാചാര്യർ. അദ്ദേഹം ഒരിക്കലും ഭഗവാനെ കണ്ട് കാണാത്ത വഴി പോകാറില്ല. പിന്നെ എന്താണ്, പക്ഷെ പിന്നെ വേറൊരു ഐതിഹ്യമുണ്ട്. പ്രാചീന സന്യാസിമാരുടെ വിശ്വാസത്തില് ഈ സ്ഥലത്ത് മുകുന്ദമാല രചിച്ച മഹാഭക്തനും കേരള ചക്രവർത്തിമാർ പുലിശ്ശേരി പെരുമാൾ ആൾക്കാരുടെ സമാധി അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാലും അവിടെ ഭഗവാൻ പുറത്തെഴുന്നള്ളിൽ വരുമ്പോൾ അവിടെ കുറച്ച് സമയം നിൽക്കാറുണ്ട്. അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്യാനാണ് ആ മുകളിലേക്ക് തോന്നുന്നതാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പോകുമ്പോൾ വലതുവശത്തായി നാലമ്പലത്തിനകത്തുനിന്ന് വടക്കോട്ട് എല്ലാവരും തൊഴുതിറങ്ങുന്ന ഒരു ഇത് കാണും. അവിടുന്ന് നമ്മൾ അവിടുന്ന് എല്ലാം കുറച്ച് പോകുമ്പോൾ ഇടത്ത് വശത്തായിട്ട് നമ്മൾ ഇടത്തിരിക്കാത്ത ദേവിയുടെ സങ്കേതം കാണാം. ആ ദേവി പൊന്നു ഗുരുവായൂരപ്പന്റെ ഉടപ്പിറന്നാളാണെന്ന്. കാരണം രാത്രി സമയങ്ങളിൽ പിന്നെ ഇതുണ്ട്, ഭഗവാന്റെ നട അടച്ചതിന് ശേഷം എന്താണ് പൂജയുണ്ട് ദേവിയുടെ. ഞാൻ നടയിലേക്ക് അന്നന്ന് വരുന്ന ഭക്തന്മാരുടെ ദുഃഖങ്ങൾ എരിച്ചു കളയുന്നു. അപ്പൊ നടയെല്ലാം അടച്ചു കഴിയുമ്പോൾ ഈ വെളിച്ചപ്പാടിന് ചുറ്റി ഇങ്ങനെ ഒരു വാളുമുണ്ട്. വാളുകൾ ചുറ്റി വന്നിട്ട് ഭഗവാന്റെ ക്ഷേത്രത്തിൽ എന്റെ ഉടപ്പിറന്നാളെ എന്ന് വിളിച്ചിട്ട് ആരോഗ്യോ അങ്ങനെ പറയാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഭഗവാന്റെ സഹോദരിയാണ് ആ കുഞ്ഞ് അമ്മ, ഭദ്രകാളിയാണ്. അതല്ല പണ്ട് പറയുന്നത് നമ്മുടെ പാർവദേവി തന്നെയാണ്. മഹാദേവന്റെ അപ്പുറത്ത് മമ്മിയപ്പനാണല്ലോ. അവിടുന്ന് മഹാദേവന്റെ അവിടെ ശിവരാത്രി സമയത്ത് ഭഗവാൻ താലപ്പൊലിയായിട്ട് വന്നിട്ട് ദേവി കാണാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ചില ഗ്രന്ഥങ്ങളിൽ. പ്രദക്ഷിണ സൈഡിലൂടെ സഞ്ചരിച്ച് കിഴക്ക് ഭാഗത്തെത്തുമ്പോൾ അവിടെ നമ്മുടെ വലിയൊരു വെലിക്കൽ കാണാം. ഗുരുവിന് വായുമ്പോൾ ഒറ്റ വെലിക്കലാണ്. അതിന് കുറച്ച് പുറത്തോട്ട് കുന്നിക്കുരുവൊക്കെ വെച്ച് കുന്നിക്കുരുക്കളൊക്കെ വെച്ച് പിന്നെ മഞ്ചാടി കുരുവൊക്കെ വെച്ചിട്ടുള്ള സ്ഥലമാണ്. അവിടെയാണ് ഭഗവാന്റെ മഹാഭക്തനായ പൂന്താനെന്ന് ഭാഗവതം വായിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് പൂന്താനത്തിനെ കൂടെ കുറച്ച് കാര്യം പറയാം. പൂന്താനത്തിന്റെ കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. മഹാഭക്തനാണ്. അത് ഞാൻ പണിയോട് നോക്കുകയാണ്. മഹാഭക്തനാണ് അദ്ദേഹം. വലിയ ജ്ഞാനപാന, സന്താനോപകാരം പാനയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ എല്ലാവർക്കും ബാക്കിയെല്ലാം അറിയാം. പത്മനാഭോ അമരപ്രഭു എന്ന് വായിക്കേണ്ടിട്ട് പത്മനാഭോ അമരപ്രഭു എന്ന് വായിച്ച് ഭഗവാൻ അത് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ എപ്പോഴും ഭഗവാൻ അദ്ദേഹത്തിന്റെ കൂടെ എന്ത് ഭഗവാനാക്കും പ്രത്യക്ഷം വെച്ച് അതിനെ ഇല്ലാതാക്കും, തെറ്റ് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ജ്ഞാനപാന, സന്താനോപകാരം പാന എങ്ങനെ പാന വന്നു എന്ന് എല്ലാവർക്കും അറിയാവും എല്ലാവർക്കും. ഭദ്രകാളി പാട്ടിന്റേതാണ് പാനയുടെ സംവിധാനം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവിയുടെ സന്തോഷത്തിനായി കൊട്ടുപാട്ട് സേവയും നടത്തും. ആ കൊട്ടുപാട്ട് സേവയും നടത്തുമ്പോൾ ഈ ശത്രുദോഷത്തിന് ദോഷപരിഹാരത്തിന് ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ പാടുന്നതാണ് പാനപ്പാട്ട്. അപ്പം പൂന്താനത്തിന്റെ പരദേവത തിരുമാന്താമുന്നിലാണ്. അപ്പൊ കൊച്ചിലെ തൊട്ട് തന്നെ ഈ പാട്ടുകൾ കേട്ടാണ് പൂന്താനം പാടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ അദ്ദേഹം എഴുതിയ കൃതികളിലും ഈ പാനയുടെ സമ്പ്രദായം വന്നിട്ടുണ്ടാകും. അങ്ങനെയാണ്. സർപ്പിടി വൃത്തമാണ്. ഗുരുവായൂരിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. സർപ്പിടി വൃത്തത്തിലാണ് ഈ ജ്ഞാനപാനയും സദാഗോപാലപാനയും പൂന്താനത്തിന്റെ കാര്യം അറിയാം. അതുകൊണ്ടാണ് കൂടുതൽ പറയാറ്. വേദന എങ്ങനെ ഉത്സവമാക്കാമെന്ന്, വേദന എങ്ങനെ ഭക്തി ഉത്സവമാക്കാമെന്ന് പട്ടേരി പൂന്താനവും ലോകത്തെ ഭക്തിയുടെ
ഉത്സവമാക്കാമെന്ന് പട്ടതിരിപ്പാട്, ഏകാന്തത എങ്ങനെ ഭക്തിയുടെ ഉത്സവമാക്കാമെന്ന് കുറൂരമ്മയും നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ പുറത്ത് നിൽക്കുന്നതാണ്. ഈ ശ്രീകോവിലിനകത്താണ് കയറുന്നത്. ശ്രീകോവിലിനകത്ത് കയറുമ്പോൾ മുകളിൽ 2 ആനയുടെ കൊമ്പ് വെച്ചിട്ടുണ്ട്. ഭഗവാന്റെ മഹാഭക്തനായ ആന ഗുരുവായൂർ കേശവന്റെ കൊമ്പാണ് ഇരിക്കുന്നത്. പിന്നെ ശ്രീകോവിലോട്ട് നമ്മൾ കയറി അതിന്റെ ഇടതുവശത്തായിട്ട് നമ്മുടെ പട്ടതിരിപ്പാട് നാരായണ എഴുതിയിട്ടുണ്ട്. നാരായണ അവിടെ ഒരു വിളക്ക് എത്തിച്ചിട്ട് നിങ്ങൾ ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ വിളക്ക് അവിടെ നമ്മൾ പട്ടതിരിപ്പാട് നമ്മൾ നാരായണ എഴുതിയ സ്ഥലമാണെന്ന് വിചാരിക്കണം. അതിന്റെ തൊട്ടടുത്ത് കുറച്ച് തൂണുകളുണ്ട്. അത് തൂണുകൾ മാറ്റിയിട്ടുള്ള 2-3 തൂണുകളുണ്ട്. അതിലാണ് നരസിംഹ സ്വാമിയൊക്കെ ഭഗവാൻ പട്ടതിരിപ്പാടിൽ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാനെ രൂപം കാണിച്ചു കൊടുത്ത സ്ഥലം അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുകളിലോട്ട് നോക്കണം. നേരെ നമുക്ക് കുറച്ചൊന്ന് മുകളിലോട്ട് നോക്കണം. അവിടെ നവഗ്രഹങ്ങളുടെ ഒരു ഇതുണ്ട്. അവിടെ അതാരും കാണാറില്ല സാധാരണ. ഇത് നേരെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഭഗവാന്റെ അർച്ചനാമണ്ഡപം കാണാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ കാണുന്നത്. നമുക്ക് ഒന്ന് കണ്ണടച്ചിട്ട് നമുക്ക് ദശകം 100 നമുക്കൊരു ശ്ലോകം ചെയ്യാം. എന്നിട്ട് ഞാനത് ആ ബ്രഹ്മതത്വത്തിനെ പട്ടേരിപ്പാട് കണ്ടതുവരെ നമുക്കൊന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഞാനത് മുന്നിൽ കാണുന്നു. അവിടുത്തെ സന്നിധി കായാമ്പൂക്കൾ നിറഞ്ഞിരിക്കുന്ന പോലെ ഒരു നീല ശോഭ ഞാൻ കാണുന്നു. അത് കണ്ടിട്ട് അമൃതത്തിന്റെ കടലിൽ മുങ്ങിയതുപോലുള്ള ഒരു അനുഭൂതി എനിക്കുണ്ടാകുന്നു. ആ നീല വെളിച്ചത്തിന്റെ നടുവിൽ കാരുണ്യത്തിന്റെ ആരംഭത്തിൽ നിൽക്കുന്ന അതിസുന്ദരനായ ഒരു ബാലകനെ ഞാൻ കാണുന്നു. അവന്റെ ചുറ്റും സുന്ദരിമാരുടെ രൂപത്തിൽ ഉപനിഷത്തുക്കളെയും രോമാഞ്ചത്തോടെ നിൽക്കുന്ന നാരദനെയും മറ്റു മഹർഷിമാരെയും കാണുന്നു. മേൽപ്പത്തൂർ പട്ടതിരിപ്പാട് ഗുരുവായൂർ ബ്രഹ്മതത്വത്തെ കണ്ടുറക്കെ കണ്ട് എഴുതിയ വരികളാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി ഗണപതിയെ കണ്ടു. ഗണപതി നേരെ ഇപ്പോഴത്തെ സരസ്വതിയിലുണ്ട്. അത് ചുറ്റി നമ്മൾ വരുമ്പോൾ ഒരു ഗണപതി നമ്മൾ ചുമരിൽ വെച്ചിരിക്കുന്നതാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ നേരത്തെ ഇരുന്നത്. ക്ഷേത്രം പുതുക്കി പണിതപ്പോൾ ഗണപതി ഫ്രണ്ടിലോട്ടാക്കി നമുക്ക് ചുറ്റി തൊഴാൻ പറ്റിയത്. അത് കഴിഞ്ഞ് ഒറ്റക്കല്ലിലുള്ള പത്മനാഭസ്വാമി ഉണ്ട്. അവിടെയും തൊഴുത് പണ്ട് അവിടെ ചുമച്ചിത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒറ്റക്കല്ലിലെ ഈ പത്മനാഭന്റെ വിഗ്രഹം ഇവിടെ പൂജകളൊന്നുമല്ല, പക്ഷെ എല്ലാം പിന്നെ നമുക്ക് ബേക്കിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഭഗവാന്റെ ബേക്കിലത്തെ നടയിൽ ബേക്ക് വെച്ചിട്ടാണ്. അവിടെ നിന്ന് നമുക്ക് ഭഗവാൻ ഇഷ്ടം പോലെ നിന്ന് തൊഴയും പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്യാം. ഫ്രണ്ടിലെ നമ്മൾ പെട്ടെന്ന് നമ്മൾക്കകത്തോട്ട് വരുള്ളൂ. അവിടെ നിന്ന് തൊഴുതു നേരെ നമ്മളിപ്പുറത്ത് വന്നു. ഇവിടെ അത് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തൊഴുതു നേരെ പത്മനാഭസ്വാമിയുടെ അപ്പുറത്ത് വരുമ്പോൾ നമുക്ക് കൃഷ്ണൻ രാധയൊക്കെയുണ്ട്, മുരുകനുണ്ട്, എല്ലാ 5 ഭഗവാൻ പിന്നെ ധന്മാസ്വാമിയെ കണ്ടു. എല്ലാം തൊഴുത് നമ്മൾ ഓവുചാലിന്റെ അടുത്ത് നിന്നു. ഓവുചാലിന്റെ അപ്പുറത്തും അവിടെ നിന്ന് ഭഗവാനെ തൊഴുതിട്ടാണ് അപ്പുറത്താണ് നമ്മൾ താമരക്കണ്ണൻ ഇരിക്കുന്നത്. ഈ താമരക്കണ്ണന്റെ ഒരു കഥയോടെ എനിക്ക് പറയാനുണ്ട്. അത് ചതുരക്ഷി ഗോപാലനാണ്. കൽപ്പ തരൂരിന്റെ അടുത്തിരിക്കുന്നതാണ്. ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എല്ലാം കിട്ടും. പക്ഷേ ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ വന്നൊരു കള്ളപ്രചരണമുണ്ട്. വില്ലുമംഗലത്തിന് നൃത്തം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഭഗവാൻ വില്ലുമംഗലം മേൽശാന്തിയെ കണ്ടപ്പോൾ ഭഗവാൻ പെട്ടെന്ന് ചാടി വരും. അകത്ത് കയറി ഭഗവാൻ എന്തിനാണ് മേൽശാന്തിയെ കണ്ടപ്പോൾ എടുത്ത് ചാടി പോകേണ്ട കാര്യമുണ്ട? അങ്ങനെ അല്ല. ഈ ആൾക്കാരെല്ലാം തിക്കിത്തിരക്കി അവിടെ ചെന്ന് കാണുന്നു. അവിടെ ഈ പിന്നെ ഉള്ള വിഗ്രഹങ്ങളെല്ലാം ചവിട്ടിയെല്ലാം ഇട്ടിട്ടാണ് ഈ ആൾക്കാരൊന്നും തൊഴുന്നത്. ഉള്ള രാമകൃഷ്ണ പാടിക്കുന്ന ആള് വായിക്കുന്ന ആള് അദ്ദേഹത്തിന് പിതൃക്കളെ പൂജ അയാൾ ചെയ്യും. കുറെ ഒരു ചെയ്യുമ്പോൾ എല്ലാം വെണ്ണ വെളിച്ചെണ്ണ വിളക്ക് എത്തിക്കുന്നത്. വിളക്ക് എത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? പൂച്ച വന്ന് ഈ എണ്ണയല്ല നെയ്യല്ലേ ഇരിക്കും. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യും? ഈ പൂച്ചയെ ഒരു കുട്ടയെ അകത്ത് വെച്ചിട്ട് പൂജ ചെയ്യും. ഇത് കുറെ വർഷം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. പൂച്ചയില്ല. മോനടുത്ത് പൂജയായി പോയപ്പോ മോൻ എന്ത് ചെയ്ത് വീട്ടിൽ പൂച്ചയില്ല. അപ്പുറത്തെ വീട്ടിൽ ഒരു പൂച്ച എടുത്തോണ്ട് വന്ന് ഇതിനടക്കാം. അച്ഛൻ അങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് കാണിക്കാതെയാണ് ആൾക്കാരെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതിവിശേഷം ഭഗവാനെ തൊഴുത് നൃത്തം എന്നൊരു അറിയുണ്ട് ഇവിടത്ത്. വില്ലുമംഗല സ്വാമിക്ക് ഭഗവാൻ നൃത്തം ചെയ്തിരുന്ന സാന്നിധ്യമുള്ള ഭഗവാന്റെ നിറസാന്നിധ്യം അവിടെയുണ്ട്. അവിടെയാണ് നോക്കി തൊഴാനുള്ളത്. ഇനി പോകുമ്പോൾ അവിടെ തൊഴണം. അവിടെയാണ് നമ്മൾ ഉത്സവത്തിനൊക്കെ മുളയിലേക്ക് മുളപ്പിക്കാനൊക്കെ ഇടില്ലേ, അവിടെയാണ് മുളപ്പിക്കുന്നത്. അവിടെയാണ് വിശേഷപ്പെട്ടത്. അത് നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നു. ഫ്രണ്ടിൽ നമ്മൾ നടയിൽ ഇറങ്ങാൻ പോവുകയാണ് പുറത്തോട്ട്. അപ്പോഴേ നമ്മളിങ്ങനെ കയറുമ്പോൾ ഇപ്പുറത്ത് ഇടത്തോട്ട് ഒരു ഇടനാഴിയുണ്ട്. നമ്മളെല്ലാം അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോയിട്ട് നോക്കുമ്പോൾ കല്ലില് നമ്മുടെ കുറൂരമ്മയുടെ പിന്നെ മടിയിൽ ഭഗവാൻ ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ മുഖത്ത് നോക്കി ഒന്നും അവിടെ കാണുന്നതുപോലെ കണ്ട് കഥകൾ കേട്ടിരിക്കുന്ന ഒരു വിഗ്രഹമുണ്ട്. കല്ലിൽ കൊത്തി വെച്ചാൽ നമുക്കൊന്ന് കണ്ടാൽ നമുക്ക് എന്തായാലും ചിരി തോന്നും. ആ രീതിക്ക് കണ്ട അവിടെ കാണാം. പിന്നെ ഇതെല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പൊ നമുക്ക് കുറൂരമ്മയുടെ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാതെ പോയ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല. അമ്മയെ കുറിച്ച് അമ്മയുടെ കാര്യം എല്ലാവർക്കും അറിയാമേ, എല്ലാവർക്കും അമ്മയുടെ കാര്യം അറിയാം. പക്ഷേ കുറൂരമ്മയുടെ
വേറൊരു കഥ നമുക്ക് എപ്പോഴും അറിയാന്നുള്ളത് കലത്തിലടച്ച കുറുകുലമ്മയുടെ കഥയെ അറിയാവൂ. ഞാൻ വേറൊരു കഥ ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ എനിക്കത് രസമായിട്ട് തോന്നിയിട്ട് ഞാനിപ്പോൾ പറയാൻ വേണ്ടിയിരുന്നു. വിശിഷ്ടനും ദിവ്യനുമായ ഏതോ ഒരു ഗോസായെന്നാണ് കുറുകുലമ്മയും വില്യോമംഗലവും മാനദേവൻ തിരുമനസ്സുമൊക്കെ ഭഗവാനെ ഒരു സ്വാമിയുടെ ദീക്ഷ സ്വീകരിച്ചത്. അപ്പൊ മാനദേവൻ തിരുമനസ് പറഞ്ഞത് എനിക്ക് ഒരിക്കലും ഒന്ന് കണ്ടാൽ മതി. കുറുകുലമ്മ പറഞ്ഞത് എനിക്ക് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകണം. മറ്റേ സ്വാമി എന്ന് പറഞ്ഞത് എന്റെ കൂടെ എപ്പോഴും കൊണ്ടുവന്ന് നടക്കാൻ ഞാൻ വിദ്യയ്ക്ക് പോകുന്ന കൂടെ വേണം വില്യോമംഗലം. പക്ഷെ എളുപ്പം സാധിച്ചത് കുറുകുലമ്മയ്ക്കാണ് ഭഗവാനെ ദർശനം കിട്ടും. അപ്പം പിന്നെ ബാക്കിയെല്ലാം ഇത്രയും കൂടി ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുള്ളൂ. ഒരിക്കൽ കുറുകുലമ്മയുടെ വില്യോമംഗല സ്വാമി പൂജയ്ക്ക് വന്നു. പൂജയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഈ കൃഷ്ണ പൂജ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹായിയായി കുറുകുലമ്മയ്ക്ക് കുഞ്ഞുണ്ട്. കുറുകുലമ്മ വടക്കിനി തെക്കോട്ടുള്ള ജാലകത്തിലൂടെ സ്വന്തമായിട്ട് എഴുതിയ കവിത ഒരു ശ്ലോകം വായിക്കുകയാണ്. കമ്പ്രം കോഴിതൂടം നെറുകയിൽ കുടിചൂടുന്ന കാക്കൂട്ടൽ കെട്ടി കീഴുള്ളയിടം കുളിപ്പിച്ചഴകിനോട് ജഗന്മംഗലേ സിംഗത്തോഴി ശ്രീമൽ കോരോജനാദിക്കുറി കരുതയണിഞ്ഞനം കാവിനോളം ഓമൽ പൂമേനി മാത്രം പുനരവി സതതം തോന്നുവെന്നും മുരാരേ എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാനെ പശുക്കുളമ്പടിയേക്ക് മുങ്ങിയ മൺപൊടി വെട്ടി പന്നിയാകുന്നു. ആർമേഘത്തെക്കാൾ കത്തുക തലമുടി വെട്ടി വെച്ച് വിശേഷപ്പെട്ട ഔഷധങ്ങളുടെ തിളപ്പിച്ചേറ്റിയ വെള്ളം കൊണ്ട് മേൽ കഴിച്ച് ഓരോജനാദികളായ കുറുകൂട്ടുകളെ കൂടിയിട്ട് കടല ചൂണ്ടി ചെവി വരെ, അതായത് വളരെ നീളത്തിൽ കണ്ണെഴുതിയിരിക്കുന്ന അങ്ങയുടെ ഭംഗിയാർന്ന ഓമനത്വമുള്ള ഭൂമിയിൽ എപ്പോഴും എപ്പോഴും എനിക്ക് കാണാൻ കഴിയണമേ എന്ന് ആണ് ഈ ശ്ലോകം പാടുന്നത്. അപ്പൊ തെക്ക് രീതിയിൽ മുങ്ങി ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് എന്ത് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഇവിടം വരെ ഇരുന്ന് കരിയെ വാരി ഇങ്ങനെ അമ്മ വാടിയിരിക്കുകയല്ലേ ശരിയോളം അങ്ങനെ ഇങ്ങനെ വലിച്ചു ചേർത്തപ്പോ മനസ്സിലായി വില്യോമംഗലത്തിന് ഇത് കുട്ടി കൃഷ്ണനാണെന്ന്. അത് ഞാൻ പിന്നെ അങ്ങനെ അത് കണ്ടതുകൊണ്ട് ഞാൻ കുട്ടിയെ വായിച്ചത്. ഈ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വില്യോമംഗലത്തെ മനസ്സിനെ എളുപ്പം പറഞ്ഞു പോകുന്ന സമയമില്ലാത്തത്. അത് വില്യോമംഗലത്തിന് അറിയാലോ, ആദ്യ കാലത്ത് ദർശിക്കാനൊന്നും കിട്ടിയിട്ടില്ല. സ്വപ്ന ദർശനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് അറിയാം കുറുകുലമ്മയ്ക്ക് എപ്പോഴും കുറുകുലമ്മ വിളിക്കുന്നിടത്താണ് കാണാനുള്ളതെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹത്തിന് ഇത് കിട്ടിയിട്ടില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ നിങ്ങൾ ശ്രീകൃഷ്ണ കർണാമൃതം കേട്ടിട്ടുണ്ടാവും. അത് എഴുതിയ സാഹചര്യം അറിയാം. ഒരു വർഷകാലത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്ത്രീയെ അദ്ദേഹം അന്വേഷിച്ചു പോയി. അപ്പൊ ആ സ്ത്രീ പറയാണ് കൃഷ്ണനോട് ഈ ഭക്തി തോന്നിയിരുന്നെങ്കിൽ എപ്പോഴേ അന്ന് നല്ല ഇതായെന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അദ്ദേഹം എഴുതിയ കൃഷ്ണന്റെ അപ്പൊ അദ്ദേഹത്തിന് കൃഷ്ണന്റെ കഥ ശ്ലോകങ്ങൾ എഴുതി. അത് ആ പടത്തിലുള്ള കൃഷ്ണൻ കലയായിട്ട് സംബന്ധിച്ച് തന്നെ എഴുതുന്നതെന്നൊക്കെയാണ് പറയുന്നത്. വിശദീകരിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് സമയമില്ലെന്ന് മനസ്സിലാക്കി പറയട്ടെ. അപ്പൊ അതിൽ 59ാമത്തെ ശ്ലോകമാണ് കലാരന്തേന പദാരന്തം മുഖാരന്തേ നിരേശയന്തം പടസ്യ പത്രസ്യ ഉടേശയാനം ബാലം വൃന്ദം മനസാ സ്മരാമി. കൈത്താമര കൊണ്ട് കാഴ്ത്താമരയെ മുഖത്താമരയിൽ ചേർത്ത് പിടിച്ച് പേരാലിന്റെ ഇലയുടെ കുമ്പിളിൽ കിടക്കുന്ന ബാലകൃഷ്ണനെ ഞാൻ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ആരാണെന്ന് കണ്ടേന്നറിയാം എല്ലാവർക്കും. ആർക്കന്റെ നീ വെറുതെ ഈ പറഞ്ഞ എനിക്ക് മായയെ കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ കണ്ടതാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ശ്രീകൃഷ്ണൻ സ്വാമിയാർക്ക് പ്രത്യക്ഷ അദ്ദേഹത്തിന് വിഷ്ണുപൂജ സമയത്ത് മഹാവികൃതിയാണ്. ഈ കുട്ടി എപ്പോഴും വില്യോമംഗലത്തിൽ ഉപദ്രവിക്കും. ചെവി കടിക്കുക, പുറത്തിൽ വീഴുക, പൂജാപാത്രങ്ങളിൽ തുപ്പുക, പൂജാപാത്രം എടുത്ത് കമിഴ്ത്തുക, ഇങ്ങനെ മഹാവികൃതി. ഇതൊക്കെ ഭഗവാൻ ചെയ്തതെന്താണ്? ഇത്തിരി ഒരു പ്രശ്നക്കാരനാണ് വില്യോമംഗലം. അദ്ദേഹത്തിന്റെ സഹനശക്തി പരീക്ഷിക്കാനായിട്ട് ഒരു ദിവസം അദ്ദേഹത്തിന്റെ സഹനശക്തിയും ഭക്തിദാർഢ്യവും എത്രമാത്രം ഉണ്ടെന്ന് പരീക്ഷിക്കാൻ കൂടിയായിരിക്കണം ഭഗവാൻ ഇത് ചെയ്തത്. ഒരു ദിവസം ഉണ്ണിയുടെ ഉപദ്രവം സഹിക്കാനായപ്പോൾ സ്വാമി ആ ഉണ്ണി ഉപദ്രവിക്കാതിരിക്കും എന്ന് പറഞ്ഞിട്ട് പുറം കൈതെറ്റിയുണ്ടാകും. പുറം കൈതെറ്റിയപ്പോൾ എന്ത് ചെയ്യും? പുറം കൈതെറ്റി അതിന്റെ ആക്ഷേപമാണെന്നുള്ളതനുസരിച്ച് ഭഗവാൻ അപ്രത്യക്ഷമാകും. അപ്പൊ ഈ വില്യോമംഗല സ്വാമിക്ക് തന്റെ തെറ്റ് മനസ്സിലാകുക. അദ്ദേഹം അവർക്ക് തറയിട്ടൊന്നും വീണ്ടും എനിക്ക് ഇപ്പൊ കാണണമെന്ന്. അപ്പൊ ഇന്ന് നീ എന്നെ കാണുന്ന അനന്തംകാട്ടിൽ വരണമെന്ന്. അപ്പൊ അനന്തംകാട്ടിലേക്ക് അദ്ദേഹം ഓടി. അനന്തംകാട് എവിടെയെന്ന് അറിയില്ല. ഓടി വന്ന് ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് ഒരു രാത്രി അവിടെ ഒരു കൃഷിക്കൂടി കിടക്കുമ്പോൾ ഒരു ഭാര്യ ഭർത്താവ് അടികൾ കൂടുന്ന സമയത്ത് പറയുന്നു, ഈ മര്യാദയ്ക്കെതിരെ ഞാൻ അനന്തംകാട്ടിലേക്ക് വലിച്ചെറിയുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് എനിക്ക് അവിടേക്ക് ഓടും. എവിടെയാണ് അനന്തംകാടെന്ന് ചോദിച്ചു. അപ്പൊ പറയാം ആ കാണുന്ന ഉൾക്കാടിനകത്താണ് അനന്തംകാട് എന്ന് പറയും. അങ്ങനെ അദ്ദേഹം അവിടേക്ക് ഓടി പോവുകയും അവിടെ ചെന്നപ്പോൾ കണ്ടത് എങ്ങനെയാണ്? ഉണ്ണിയായിട്ടല്ല, ഒരു ഇരിപ്പ മരത്തിന്റെ ചുവട്ടിൽ കാൽക്കിലും തലയ്ക്കലും ഇരിക്കുന്ന ഭൂലക്ഷ്മി ദേവിമാരോടുകൂടി അനന്തന്റെ പേര് കിടക്കുന്നതായിട്ടാണ് ഭഗവാൻ അപ്പോൾ സ്വാമിയെ കണ്ടത്. ഉടനെ അദ്ദേഹം ഭക്ത
പാരവശ്യത്തോടെ സാഷ്ടാംഗം നമസ്കരിച്ചു. സന്തുഷ്ടനായ ഭഗവാൻ ചിരിച്ചുകൊണ്ട് വില്യമംഗലത്തിനോട് പറഞ്ഞു, ഞാൻ അവിടുന്ന് വന്നപ്പോൾ ഒരു ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല, ഈ എന്തെങ്കിലും വേണം. അപ്പം നോക്കിയപ്പോ അതിനെ കാടിനപോലെ ഒന്നും കണ്ടില്ല. അദ്ദേഹം ഒരു മരത്തിൽ കണ്ട് മാങ്ങ നിൽക്കുന്നുണ്ട്. മാങ്ങ ആ മാങ്ങയെ ഇടിച്ചു വെച്ചൊരു ചിരട്ടയെ തന്നാക്കി ഭഗവാൻ നിവേദിച്ചു. അതിപ്പോഴും അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ചെന്ന് അദ്ദേഹത്തിന് തിരുവിതാംകൂറിലെ രാജാവിനോട് പറഞ്ഞു. അപ്പൊ രാജാവ് നോക്കിയിട്ടൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ വില്ലുമംഗലത്തിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അവിടെ വില്ലുമംഗലം പറഞ്ഞ രീതിയിൽ സ്വാമി അവിടെ പ്രദർശിപ്പിച്ചു. എങ്ങനെയാണ് 8 മടങ്ങരെ കോട്ടിമാരോട് കൂടി അനന്തങ്കാട്ടിലെത്തി അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇനി വില്ലുമംഗലത്തിൽ ഇവിടെ പോകാൻ പറ്റില്ല, സ്വാമിയെ പൂജിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ വില്ലുമംഗലത്തിൽ പോകാനും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അവിടെ വന്ന് വില്ലുമംഗലത്തിന് പിന്നെ അവിടെ ഒരു പടിഞ്ഞാറ് സ്വാമിയാർ മഠം നിർമ്മിച്ചു കൊടുത്തു. അവിടെ പുഷ്പാഞ്ജലി ഇപ്പോഴും അദ്ദേഹത്തിന്റെ പിന്തുണക്കാരെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് പത്രത്തിൽ കണ്ടാണ്. ക്ഷേത്രം നടയടച്ചതിന് ശേഷം അവിടെ ദേവന്മാർ വന്ന് ഭഗവാനെ പൂജിക്കും. ആ പൂജ ചെയ്ത് സന്തുഷ്ടനായ ഭഗവാനെ നമ്മൾ കാണുന്നതിന് നിർമ്മാല്യ തലേ ദിവസം 9 മണിക്ക് തൊട്ടേ ആൾക്കാരെ പൂജിക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ 3000 നെയ്വിളൊക്കെ ചീട്ടെടുത്ത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അപ്പൊ തന്നെ 2 കാണാൻ പറ്റും. അപ്പോ പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ തൈലാഭിഷേകം കൊണ്ട് നെന്മേനി വാഗപ്പൊടി കൊണ്ട് ചെറിയ തൈപ്പൊടി തീരെ പൊടിയുള്ള നെന്മേനി വാഗപ്പൊടി കൊണ്ടാണ് ഭഗവാനെ അവർ അഭിഷേകം തൂക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ നെന്മേനി വാഗപ്പൊടി മാറ്റാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ട്. അതായത് ബ്രഷ് എന്തുകൊണ്ടുണ്ടാക്കിയാൽ അറിയാവോ? വെളുത്ത വരാഗത്തിന്റെ പിന്നെ രോമം കൊണ്ടുള്ള മിനുസമുള്ള ഒരു ബ്രഷ് കൊണ്ടാണ് ഭഗവാന്റെ ദേഹം. അപ്പൊ ഈ കളർ മാറ്റുമ്പോൾ തന്നെയാണ് നമുക്ക് യഥാർത്ഥത്തില് വിഷ്ണുവിന്റെ ജനാർദ്ദന രൂപം നമുക്ക് കാണാൻ പറ്റുന്നത്. അതുവരെ നമ്മൾ അലങ്കാരങ്ങളാണ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ പിന്നെ അഭിഷേകം, ശംഖാഭിഷേകം കൊണ്ട് അത് കാണുന്നത് നല്ലതാണ്. അപ്പൊ തന്നെ അഭിഷേകം കൊണ്ടുള്ള 10 മിനിറ്റ് ഭഗവാനെ പെട്ടെന്ന് തന്നെ തുഴച്ചെടുക്കും. വളരെ ജലദോഷം വന്നതല്ല. അപ്പൊ അതിന്റെ പുരി ജഗന്നാഥ സ്വാമി അതേ രഥയാത്ര നടത്തിയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ജലദോഷം വരുന്നതാണ്. അപ്പൊ 5-6 ദിവസത്തേക്ക് ഈ ഭഗവാനെ മൂടി കുറിച്ച് കമ്പിളിയിൽ മൂടി കുറിച്ച് വയ്ക്കുന്നു. അപ്പൊ ഭഗവാന്റെ ഭക്ഷണം അറിയാലോ, ഫേസ്ബുക്കിൽ ഇഷ്ടംമാതിരി ഭക്ഷണമാണ് ഭഗവാൻ കൊടുക്കുന്നത്. അന്ന് ദിവസം ഈ പനി പിടിക്കുമ്പോൾ ഭഗവാൻ കൊടുക്കുന്നത് കഞ്ഞി കഷായമാണ്. കൊടുത്ത് ആദ്യം കൊടുത്തിട്ട് പൊതിഞ്ഞു വെക്കും. അപ്പൊ ഒറ്റ ദിനങ്ങൾ അവിടെ അതിനകത്ത് കേൾക്കില്ല. അപ്പൊ അത് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. അപ്പൊ അതുകൂടെ ഞാൻ എഴുതി വെച്ചായിരുന്നു യഥാർത്ഥത്തിൽ. അപ്പൊ പിന്നെ അദ്ദേഹത്തെ ഭഗവാന് ശർക്കരയും കദളിപ്പഴമൊക്കെ വെച്ച് മലനിവേദ്യമാണ്. അത് കഴിഞ്ഞ് അപ്പോഴാണ് ഉഷപൂജ കണ്ണനെ ഒരുക്കുന്നത്. എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആ ഒരു ഒഴിക്കല്ലേ ഭഗവാന് നമ്മുടെ വാത്സല്യ വിദ്യയുണ്ട്. പിന്നെ എന്താണ് പട്ട് പോണതോ കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ വെച്ച് പിന്നെ ഒരു ഇതൊക്കെ കൊടുത്ത് വെണ്ണയൊക്കെ കയ്യിൽ കൊടുത്ത് അങ്ങനെയാണ് മേൽശാന്തിയോട് ഒഴിക്കുന്നത്. അങ്ങനെ വെണ്ണയൊക്കെ ഉണ്ട് നല്ല നിറയെ നിൽക്കുന്ന സമയത്താണ് ആൾക്കാർ അടുത്തേക്ക് തല നിറച്ച് സൂത്രമാണ്. അപ്പോഴല്ലേ എപ്പോഴാണ് വായ നിറച്ച് ചിരി, വയറ് നിറച്ച് വെണ്ണ, നെഞ്ചിനകത്താണെങ്കിലോ സ്നേഹമാണ്. ഈ വെണ്ണ ഭഗവാൻ ഇഷ്ടം എന്തുകൊണ്ടാണെന്ന് അറിയാവോ? വെണ്ണ പെട്ടെന്ന് അലിയുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ആൾക്കാരിലേക്ക് പണ്ട് കൃഷ്ണൻ ഈ 9-10 വയസ്സായ കുട്ടി ചെയ്യുന്ന കാര്യമാണ് നമുക്ക് കൂടുതൽ അറിയാവുന്നത്. ഈ 9 ലക്ഷം പശുക്കളുള്ള വീട്ടിലെ കുട്ടി അപ്പുറത്തെ വീട്ടിൽ പോയി വെണ്ണ കട്ടുപോകും. അത് എനിക്ക് സംശയമുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ പിന്നെ ഇതിന്റെ ഇടയ്ക്കാണ് ഞാൻ കേട്ടത് ഈ വെണ്ണ എന്ന് പറയുന്നത് പെട്ടെന്ന് അലിയുന്നതായതുകൊണ്ട് ഭക്തന്മാരുടെ മനസ്സ് നിറയെ വെണ്ണക്കുടമാക്കുമ്പോൾ ആ വെണ്ണക്കുടം പൊട്ടിച്ച് കവർന്നെടുക്കാനാണ് ഭഗവാൻ വേണ്ടി അത് ഇതാർക്കായിരിക്കും. കുട്ടിയുടെ വീട്ടിൽ 9 ലക്ഷം പശുക്കളുണ്ട് നന്ദോപര. അപ്പൊ ആ വീട്ടിൽ നല്ല വെണ്ണ കിട്ടും. എന്നിട്ട് ഈ കുട്ടി അപ്പുറത്തെ വീട്ടിലേക്ക് മോഷ്ടിക്കാൻ പോകുമെന്ന് ഞാൻ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അതായിരിക്കണം സത്യം. പിന്നെ എതിരേറ്റ് പൂജ. സൂര്യൻ വിഗ്രഹത്തിന് എതിരെ വരുമ്പോൾ ഉണ്ടാകുന്ന പൂജയാണ് എതിരേറ്റ് പൂജ. സൂര്യോദയത്തിനാണ് ഈ പൂജ. അപ്പോൾ ഗണപതി ഹോമം ഉപദേവതമാരുടെ പൂജയൊക്കെ ഉണ്ട്. ഇന്ന് നിങ്ങൾ ഗുരുവായൂർ ഹോമം എന്നെ ഓർക്കുക. അതാണ്. പിന്നെ പാലഭിഷേകം, നവകാഭിഷേകം, അത് കഴിഞ്ഞ് പന്തീരടി പൂജ. പന്തീരടി പൂജ എങ്ങനെയാണ്? സൂര്യന്റെ നിഴല് 12 അടി ദൂരം കാണുമ്പോൾ രാത്രി 8:45 സമയം. അപ്പോഴാണ് സമയത്താണ് പാൽപായസവും മറ്റു നിവേദ്യവും ഗുരുവായൂരിൽ കൊടുക്കുന്നത്. പിന്നെ രാത്രിയിലെ പാൽപായസം ഉണ്ടാക്കുന്ന സ്വന്തം പശുവിന്റെ അടുത്ത് മാത്രമാണെന്നാണ് പറയുന്നത്. മൊത്തത്തിൽ കിട്ടുമല്ലോ പകരൊക്കെ എപ്പോഴും ഉണ്ടല്ലോ. 1 മണി 2 ഒരു 9 മണിയോടെ തുടങ്ങിയായി രാത്രിത്തെ പാൽപായസം ഭഗവാന്റെ സ്വന്തം പശുക്കളെടുക്കുന്നതാണ്. പിന്നെ ഒരു 11-12 മണിക്ക് ഭഗവാനെ വിശിഷ്ട സദ്യയൊക്കെ കൊടുത്ത് അലങ്കാര പൂജയൊക്കെ നടത്തി. ഈ അലങ്കാരം വ്യത്യാസം നിർമ്മാല്യത്തിനാണ് അത് ഇളക്കി മാറ്റുന്നത്. അപ്പൊ തോന്നുന്നതാണ് മേൽശാന്തിക്ക് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കളഭാലങ്കാരത്തിൽ പിന്നെ അത് വഴി ഉച്ചയ്ക്ക് ശീവേലി ഇല്ല. എന്തുകൊണ്ടെന്നറിയാവോ? ഉച്ചയ്ക്ക്
ഭഗവാനെ അമ്പലപ്പുഴയിൽ പോകണം, പാൽപ്പായസം കുടിക്കാൻ പോട്ടെ. അപ്പൊ അവിടെ പിന്നെ ശ്രീവേലി ഇല്ല. വൈകുന്നേരം നട തുറക്കുമ്പോഴാണ് ശ്രീവേലി ഉള്ളത്. പിന്നെ പ്രസന്ന പൂജ വൈകുന്നേരം, ദീപാരാധന, പിന്നെ പ്രസന്ന പൂജ, വെച്ചിൽ അടയ്ക്കൽ ചെയ്ത് 8:15 പിന്നെ നട തുറക്കും. അപ്പോൾ ആൾക്കാരെക്കാളും പിന്നെ കുറച്ച് കഴിഞ്ഞ് ശ്രീവേലി. അത് കഴിഞ്ഞിട്ട് ഭഗവാന് അകത്തേറി തൃപ്പുക. പിന്നെ അത് കഴിഞ്ഞ് ഓരോ ആയി അന്നുള്ള കണക്ക് വിവരങ്ങൾ ഭഗവാന് വായിച്ച് വെക്കണം. വായിപ്പിച്ച് വെച്ചിട്ട് അഷ്ടഗന്ധം കുടിക്കും. പിന്നെ അപ്പൊ നമ്മൾ വെളിയിൽ നിന്ന് കുറേ എല്ലാ ആൾക്കാരും കൂടെ നമ്മൾ പറയും ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ എന്ന് നമ്മളെല്ലാവരും ഈണത്തിൽ പാടും. അപ്പൊ എന്ത് ചെയ്യും, അവിടെ അകത്ത് നട അടയ്ക്കാറായി. അത് കഴിഞ്ഞ് അവിടെ തൃപ്പുകയിലെ നെയ്യുന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ദിവസത്തെ മൊത്തം വേദജപങ്ങളെ എല്ലാം ആ നെയ്യിലുണ്ട്. അത് പിന്നെ അടിയൊക്കെ കൂടിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. പലപ്പോഴും ഡ്രസ്സിൽ പോലും നമുക്ക് കിട്ടില്ല. അങ്ങനെ അടിയൊക്കെ കൂടി നമ്മൾ വാങ്ങിച്ച് കഴിച്ചത് പുണ്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഭഗവാന്റെ നട അടയ്ക്കുന്നു. നട അടച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നട നിവേദ്യം ദേവിയുടെ ഇതിലുള്ള ചുറ്റുവിളക്ക് കത്തിക്കും. പിന്നെ അരി ഏറുകളൊക്കെ നടത്തും. വെളിച്ചപ്പാടാണ്. അപ്പോഴാണ് ഞാൻ പറയുന്നത് നേരത്തെ ഇറങ്ങി വെളിച്ചപ്പാട് നടത്തും. അന്നു വരുന്ന ഭക്തന്മാരുടെ ഇതെല്ലാം എരിച്ച് കളയും. ഞാൻ നാളെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കണ്ടു, ഒരു ഇതിൽ കത്തിച്ച് ദേവിയുടെ മുമ്പേ വന്ന് ഇനി എരിച്ച് കളയും. എന്നിട്ട് ആ ഭക്ഷണം നമ്മൾ ഇടാട്ടെ. അപ്പൊ തകർക്കുന്ന നമ്പരാണ് ഈഗോയിലെല്ലാം തകർക്കുന്ന നമ്പരാണ് ഏറ്റവും. അപ്പൊ കൃഷ്ണനാട്ടത്തിന്റെ കാര്യം ഞാൻ പറയാം. ഒന്നാമത്തെ അവതാരമാണ് സന്താനഗതി. കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്നവര് നടത്തുന്ന ഒരു ഇതാണ്. ആൾക്കാർ ഇത് നടക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഭക്തന്മാർ അവരവരുടെ ഈ പിന്നെ അവരവരുടെ ദുഃഖങ്ങൾ നിവാരണം ചെയ്യുന്നതിന് വേണ്ടി അവർ ഭഗവാനെ ചെയ്യുന്ന ഒരു പിന്നെ വഴിപാടാണ്. കൃഷ്ണനും അതിഷ്ടമാണ്. ഭഗവാൻ അവിടെ അവരുടെ കാണുകയും ചെയ്യും. പക്ഷെ ഭഗവാന്റെ നാട് അടച്ചതിന് ശേഷമാണ് അവിടെ ചെയ്യുന്നത്. ഒന്നാമത്തെ അവതാരം സന്താനലബ്ധിക്ക്, കാളിയമർദ്ദനം, വിഷബാധ, അസുഖം മാറാൻ, മനസ്സിന്റെ അസുഖം മാറാൻ, അങ്ങനെയൊക്കെ. കംസവധം ശത്രുനാശത്തിന് വേണ്ടിയിട്ടാണ്. ബാണയുദ്ധം അഭീഷ്ടസിദ്ധിക്ക്, രാസക്രീഡ ദാമ്പത്യ വിജയത്തിന്, സ്വയംവരം വിവാഹത്തിന്, വിവിധവധം ദാരിദ്ര്യ ദുഃഖശമനം, സ്വർഗാരോഹണം മോക്ഷപ്രാപ്തി. ഈ സ്വർഗാരോഹണം നടത്തുന്ന ആള് അത് കഴിഞ്ഞ് അവതാരോഹണം നടത്തുന്നതാണ്. ഇതിന് 3000 രൂപയാണ് ചെലവ്. ഇനി നമ്മൾ ഗുരുവായൂർ ഏകാദശിയും കൂടെ പറഞ്ഞ് നമുക്ക് പാടുന്നത്. ഗുരുവായൂരപ്പനിലേക്ക് തിരിയുക എന്നാണ് ഗുരുവായൂർ ഏകാദശി. അതിൽ നമ്മൾ 5 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് ഇതെല്ലാം അടക്കി ഭഗവാന്റെ അടുത്തിരിക്കുക എന്നുള്ളതാണ് ഈ ഉപവാസം. ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ താമരപ്പൂവിലേക്ക്, ആ താമരപ്പൂ ഉത്ഭവിച്ച ദിവസമായിരുന്നാണെന്ന് പറയും. പിന്നെ മേത്തത്തൂർ നാരായണീയം എഴുതി തീർത്ത ദിവസം എന്ന് പറയും. ഭഗവാൻ ഗീത ഉപദേശിച്ച ഏകാദശി നാളിലാണ്. പിന്നെ ഗുരുവായൂരുടെ പ്രതിഷ്ഠ നടത്തിയ ദിവസം ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത്. അപ്പൊ ഗുരുവായൂർ കേശവനിലെ നമ്മുടെ ആന, ഭഗവാന്റെ ഭക്ത ആന ചരിഞ്ഞ ദിവസവും ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് ലയിച്ച ദിവസവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എല്ലാം. അപ്പൊ ഈ വില്ലുമംഗലത്തിന്റെ ഇടയ്ക്ക് കഥ നിങ്ങൾ കേട്ടായിരുന്നു. വില്ലുമംഗലം 3 പ്രാവശ്യം കുളിക്കാൻ പോയിട്ട് വന്നപ്പോ ആൾക്കാർ തൊട്ട് കണ്ടപ്പോ ഭഗവാൻ പറഞ്ഞ് എന്തിനാണ് അതെല്ലാം അറിയായിരിക്കും അല്ലെ. ഏകാദശി ദിവസം ഭഗവാനെ ഇന്ന് കുളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗുരുവായൂർ ഏകാദശി ദിവസം ഈ പിന്നെ ഇത്രയും തിരക്കൊക്കെയാണ്. വില്ലുമംഗലം കുളിച്ചിട്ട് ഓരോ ദിവസം കുളിച്ച് തൊടാതെ, ആൾക്കാരെ തൊടാതെ ഭഗവാനെ കാണാൻ വേണ്ടി കയറും. അപ്പോഴെല്ലാം ഓരോ ആൾക്കാരെ വന്ന് തൊഴും. അപ്പൊ ദേഷ്യം വന്ന് വീട്ടിൽ പോകും. അവസാനം ഭഗവാൻ പറഞ്ഞ് ഈ എന്നാ മനസ്സിൽ വിചാരിച്ചിട്ട് ഇവരെല്ലാം നോക്കാന്ന് പറയും. നോക്കുമ്പോ ഭഗവാനാണ് ചുറ്റും എല്ലാം നിൽക്കുന്നതെന്ന് ഉള്ള ബോധം വില്ലുമംഗലത്തിന് കൊടുത്തതും ഏകാദശി നാട് എന്ന് പറയും. പിന്നെ ചെമ്പേ ഭാഗത്തിന് അറിയാമല്ലോ, അദ്ദേഹം സ്ഥിരമായി ഏകാദശി നാടിലൂടെ ചെയ്ത് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം അദ്ദേഹം എവിടെയോ പോകാൻ അന്ന് വരാൻ പറ്റില്ല, എവിടെ വേറെ കച്ചേരി ഉണ്ടായിരുന്നു. അദ്ദേഹം പാടിയപ്പോഴാണ് അദ്ദേഹത്തിന് ശബ്ദം നിലച്ചു പോയത്. അപ്പൊ പിന്നെ വന്ന് ഭഗവാന്റെ അടുത്തിരുന്ന് ഭജനയൊക്കെ നടത്തി. പിന്നെ ജമ്മെ വൈദ്യം നമുക്ക് ഭജനയൊക്കെ കാണുക, അദ്ദേഹം ചികിത്സിച്ച് ശരിയാക്കി. അദ്ദേഹത്തിന് ശബ്ദം നിൽച്ചെന്ന് പറഞ്ഞില്ലേ, യേശുദാസിന് പാടുന്നു ചെമ്പയ്ക്ക് നാദം കൊടുത്തവനെ ശബ്ദം കൊടുത്തവന്. അതിനുശേഷം എല്ലാ ഏകാദശിക്കും അദ്ദേഹം മുടങ്ങാതെ ഇവിടെ വന്ന് കച്ചേരി പാടി. 1974 ഒക്ടോബർ 16 അദ്ദേഹം ഭഗവാന്റെ തൃപ്പാദത്തിലേക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഏകാദശിക്ക് ചെമ്പൈ സംഗീതോത്സവം ഇപ്പൊ നടക്കുന്നത്. 15 ദിവസമാണ്. പിന്നെ ഏകാദശികൾക്ക് 1 മാസത്തോളം നീണ്ടു നിൽക്കും. പിന്നെ ഒരു കാര്യം, ദശമിക്ക് നിർമാല്യത്തിന് നട തുറന്ന ഏകാദശി, ഗുരുവായൂർ ഏകാദശി ഇപ്പൊ വരാൻ പോയില്ലേ 11-ാം തീയതി. ദശമിക്ക് നിർമാല്യത്തിന് നട തുറന്നാൽ ദ്വാദശി ദിവസം രാവിലെ വരെ നടയടക്കില്ല. അപ്പൊ ആ ദിവസം അത്രയും സമയം ഭഗവാൻ
വരുന്ന ഭക്തന്മാരെല്ലാം അനുഗ്രഹിക്കാൻ വേണ്ടി നട തുറന്നിരിക്കുകയാണ്. പിന്നെ അന്ന് പിറ്റേ ദിവസമാണ് ക്ഷേത്ര കൂത്തമ്പലത്തിൽ ദ്വാദശി പണം വയ്ക്കുന്നത്. ഈ ദ്വാദശി പണം വയ്ക്കുന്നത് കുടുംബ ഐശ്വര്യത്തിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി എന്നാണ് ഒരു പണം കൊണ്ട് കാഴ്ച വയ്ക്കുന്നത്. പിന്നെ കുടുംബ ഐശ്വര്യത്തിനൊക്കെ നല്ലതാണ് അവർക്ക്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ദ്വാദശി സദ്യയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ദ്വാദശിക്ക് രാവിലെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള നടയായിരുന്നു. ഇത്രയും ദിവസം സമയം നട തുറന്നിരിക്കുകയില്ല. പിന്നെ ഒരു കാര്യം പറയുന്ന കേട്ടിട്ടില്ലേ, ഗംഗയിൽ കുളിക്കുക, ഗീത പഠിക്കുക, ഗായത്രി ജപിക്കുക, സാളഗ്രാമത്തെ പൂജിക്കുക, ഏകാദശി വ്രതം എടുക്കുക, തുളസീതളം ധരിക്കുക, ഗോപിക്കുടി തൊടുക, ഇതൊക്കെയാണ് ഭഗവാനിൽ ഭക്തി വർദ്ധിപ്പിക്കാനുള്ള എളുപ്പമെന്ന് പറയുന്നത്. പിന്നെ ഏകാദശി നാളിൽ ഉദയാസ്തമന പൂജയുണ്ട്. ഉദയാസ്തമന പൂജ പണ്ട് ചെമ്പൈ വൈദ്യമാവൻ നടത്തിക്കൊടുത്ത് ഇപ്പൊ ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. ഇപ്പൊ എല്ലാവരും കണ്ടായിരിക്കും ഇപ്പൊ വിവാദമായത് ഈ ഏകാദശി നാളിൽ നടത്തേണ്ട പിന്നെ ഉദയാസ്തമന പൂജ കഴിഞ്ഞ മാസം നടത്തി. അതിൽ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണോ എന്തോ ആയിരുന്നു ന്യൂസ് വെച്ചില്ല, ഇതിന്റെ ബേക്കിംഗ് ആയിരുന്നു കണ്ടില്ല. അപ്പൊ അത് പിന്നെ അത് കഴിഞ്ഞ് ഈ ഉദയാസ്തമന പൂജ ഒരു ദിവസത്തെ ഉത്സവമാണ്. ഉദയാസ്തമന പൂജ നടത്തുമ്പോൾ ഇപ്പൊ ഒരാൾ ഉദയാസ്തമന പൂജ നടത്തുന്നത് ഇന്ന് സന്ധ്യയ്ക്ക് തൊട്ടേ അരി അളക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് തൊട്ട് പിറ്റേ ദിവസം മൊത്തം പൂജ. അതിന്റെ പിറ്റേ ദിവസം ശീവേലി 3:30 4 മണി നട ശീവേലി ഉണ്ടല്ലോ നട തുറക്കുമ്പോൾ അതുവരെ ഉണ്ട്. അതുകൊണ്ട് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളാണ് ഉദയാസ്തമന പൂജയുള്ളത്. 2 ലെവലോട് അവിടെ പാടിയിട്ടുള്ള അഷ്ടപതിയാണ്.